എങ്ങനെയുണ്ട് ചന്ത എന്നിട്ട് കുട്ടികളൊക്കെ എല്ലാം ഉണ്ട്? ഞാൻ 2-3 സ്ഥലത്ത് ഞാൻ പോയിട്ടാ വന്നല്ലേ? ഓക്കെ. ഇവിടെ വന്നത് ഇവിടുന്ന് ഇഷ്ടപ്പെട്ടതും നമ്മുടെ ഒരുപാട് പോത്തുകളുണ്ട്. രണ്ടാമത്തെ പോത്തിനാണ് മേടിക്കുന്നത്. രണ്ടാമത്തെ പോത്തിനെ പേരെന്താ വെച്ചിട്ട്? ബേബി. നമ്മൾ ആദ്യം ഒരെണ്ണത്തിനെ എടുത്തു, അത് ഇച്ചിരി വലുതായിരുന്നു. ഇത്തിരി കൂടെ വലുതായിരുന്നു. അപ്പൊ ഇത് പക്ഷെ നല്ല ബ്രീഡിൽപ്പെട്ടൊരു പോത്തല്ലേ? ഒരു ചെറിയ പോത്തിനെ എടുത്ത് ഇഷ്ടപ്പെട്ടതിനെ നോക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഈ ഒരൊറ്റ മുതൽ അങ്ങ് ഏറ്റവും വരെ ഇഷ്ടം പോലെ പോത്ത് കിടപ്പണം. അതിനകത്തുനിന്ന് ഇഷ്ടമുള്ള നമുക്ക് തിരഞ്ഞെടുക്കാം. ചേച്ചി വന്നിട്ട് കുറെ നേരം നോക്കി നല്ല രീതിയിൽ വില പേശിയാണ് എടുത്തത്. വില പേശിയാണ് ഞാൻ നോക്കി എടുത്തത്. സമയം എടുത്തല്ലേ? സമയം എടുത്തു, ഒരുപാട് സമയം എടുത്തു, ഒരുപാട് വില പേശി. എടുത്ത 2 പോത്തുകൂട്ടികൾ അടിപൊളി പോത്താണ് ഞാൻ എടുത്ത്. നേരത്തെ കഴിഞ്ഞ ദിവസം 2 കൊടുത്തിട്ടില്ല, ആ പൈസ കൊണ്ടല്ലേ വന്നത്? പൈസ കൊണ്ടാണ് വന്നത്. ഞാൻ 2 കൊച്ചു കുട്ടിയെ മേടിക്കാൻ വന്നത്. ഇനി കൊണ്ടുപോയി എത്ര നാൾ വളർത്താൻ പ്ലാൻ? അത് നമ്മൾ ആഹാരം കൊടുക്കും പോലെ ഇരിക്കും. നമ്മൾ അന്വേഷിക്കുകയും കുളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി കുളിപ്പിക്കുകയും ഒന്നിക്കൊന്നാടെ കുളിപ്പിക്കുമെങ്കിൽ അങ്ങനെ. അപ്പൊ നമ്മളെ ശരീരം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കുളിക്കും. ഒരു വർഷം നിർത്തുവോ? ഒരു വർഷം, ചിലപ്പോൾ ഒരു വർഷം കഴിയും, ചിലപ്പോൾ അവരുടെ ചാപ്പാടിന്റെ ഇതിൽ ഒരു വർഷം മതി. പോത്ത് വളർത്തൽ ലാഭമായിട്ട് തന്നെ ലാഭമായിട്ട് തന്നെ കൊടുത്തത്. എനിക്ക് വേറൊരു ജോലിക്കും പോകാൻ പറ്റില്ല, ഞാൻ തൊഴിലുറപ്പിനാണ് പോണത്. അതുകൊണ്ട് ഞാൻ അവരുടെ കാര്യം നോക്കി, എന്റെ വീട്ടുകാര്യം നോക്കി എല്ലാത്തിനും സമയം കിട്ടും. നമുക്ക് വയലിങ്ങനെ അടുത്താണ്.